ഹലോ, ഇറ്റ്സ് മീ മിനു മിൻസി. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ട ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, ബിഗ് ബോസ് എന്ന ഷോയിനെ കുറിച്ചാണ്. ബിഗ് ബോസ് എന്ന ഷോയിനെ കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത്. പക്ഷേ ഇനി ഗ്രാൻഡ് ഫിനാലിലോട്ടേക്ക് വെറും 2-3 ദിവസം കൂടി ഉള്ളൂ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി പറയുന്നത് അനുമോളെ ഇഷ്ടമാണ്, ഷാനവാസിനെ ഇഷ്ടമാണ്, അനീഷിനെ ഇഷ്ടമാണ്, നിവിനെ ഇഷ്ടമാണ്. അക്ബറിനെയും നൂറേനെയും എനിക്കിഷ്ടമല്ല. കാരണം ഒരു വ്യക്തി എങ്ങനെ ആകരുത് എന്നതിന് ഏറ്റവും ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഉള്ള ആദില, നൂറ, കൂട്ടുകെട്ട്. അത് ഒരു ഫ്രണ്ട് എങ്ങനെ ആവരുത്, ആർക്കും അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്, ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് പറയാനും, നമ്മുടെ എപ്പോഴും സേഫ് പ്ലേസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പല ആൾക്കാരും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ നമ്മുടെ ഭാഗത്ത് മനുഷ്യരാണ്. സഹജമായ ഒരുപാട് കുറവുകളും ഉണ്ടാകും നമ്മുടെ ലൈഫിൽ. പക്ഷേ എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മളെ ഇല്ലാതാക്കാനല്ല ഒരു ഫ്രണ്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റാണ് അനിമോൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അനിമോളുടെ മനസ്സിൽ ഇന്നൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ആദില, അതുപോലെ തന്നെ നൂറേ. പക്ഷേ ഇവർ ചെയ്തത് എന്താണ്? പുറത്തുനിന്ന് വന്ന ആൾക്കാർ എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് അതിനുവേണ്ടി നമ്മൾ ആക്രമിക്കുന്നതാണ് കണ്ടത്. ആ കൂടെ അതിലെ നൂറേയും കൂടി പിന്നിൽ കുത്താനും പല കാര്യങ്ങളും വളച്ചൊടിക്കാനും ഒരുപാട് വിശ്വസിച്ച് പോയിട്ടുണ്ട് നമ്മൾ അതില നൂറേനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നില്ല. മെയിനായിട്ട് ഇപ്പം അതിൽ പോയത് നേരത്തെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ആദില. നൂറയും അതുപോലെ തന്നെ ഇപ്പോഴും അതിൽ പോയി കഴിയുമ്പോൾ നൂറയും അവിടെ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ചെയ്യുന്നുണ്ട്. അനുമോളം സത്യമായിട്ട് ഒരുപാട് എന്താ പറയുക, തകർക്കാന്ന് തന്നെയാണ് പുറത്തുനിന്ന് വന്നവർ നോക്കിയത്. പക്ഷെ അവിടെയൊന്നും തകർന്നില്ല. അനു എന്നൊരു വ്യക്തിയാണ് പിന്നെ അനുവിനെ സംബന്ധിച്ച് കരച്ചിൽ ഒരു ഡ്രാമയാണ് പറയുന്നത്. എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു വിഷമം വന്ന് കരയുന്ന വ്യക്തിയാണ്, അതുപോലെ സന്തോഷം വന്ന് ചിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എക്സ്പ്രസീവാണ്. ചില ആളുകൾ അങ്ങനെയാണ്, മനസ്സിലൊന്നും വെച്ച് സംസാരിക്കുന്നതും അത് എക്സ്പ്രഷനിലൂടെ നമ്മുടെ സങ്കടവും വിഷമവും ഒക്കെ നമ്മളത് പുറത്ത് കാണിക്കുന്ന നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ് നിൽക്കുക, പക്ഷെ നമ്മുടെ മനസ്സ് ഭയങ്കര സങ്കടം. പക്ഷെ നമ്മളത് അടിച്ച് പിടിച്ച് അവിടെ നിൽക്കുക. ഒരുപക്ഷെ നമുക്ക് ആ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് കരഞ്ഞു തീർക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് കരച്ചിൽ വന്നാൽ കരഞ്ഞു തീർക്കണം, സങ്കടം വന്നാൽ സങ്കടപ്പെട്ട് തന്നെ തീർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സന്തോഷം വന്നാൽ ചിരിക്കണം. പക്ഷെ അതൊരു ക്യാമ്പസ് സ്പേസിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ ഫീലിങ്സാണിത്. അത് മനസ്സിലാക്കാനൊരു കഴിവ് നമുക്ക് അത് നമുക്ക് ഓരോരുത്തർക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അക്ബറും പിന്നാലെ നിന്ന് ഒരുപാട് അവർ ടോർച്ചർ ചെയ്യുന്നുണ്ട്, ഒരുപാട്. പിന്നെ നമുക്ക് നെവിൻ്റെ കാര്യം നോക്കാം. നെവിൻ എന്ന വ്യക്തിനെ എനിക്കൊരു ചില ടൈമിൽ നെവിൻ എന്ന വ്യക്തിനെ എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം അവിടെ പല പ്രശ്നങ്ങളും അതായത് അരിയുടെ പുറകെ നടന്ന ഒരു ടോമാഞ്ചെറി ഫീൽ തോന്നുന്നുണ്ട്. കാരണം പുറകെ നടന്ന് ഇങ്ങനെ ഒരു വ്യക്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക, ആ രീതിയായിരുന്നു നെവിന്. പക്ഷെ ആളിപ്പോൾ ഒരുപാട് മാറി. നെവിൻ എന്ന വ്യക്തി മാത്രമാണ്, നെവിൻ എന്ന വ്യക്തി നെവിനായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. കാരണം അവിടെ വേറൊരു ഷാഡോ ഗെയിം കളിക്കാനൊന്നും വന്നിട്ടില്ല. ആ ഒരു വ്യക്തി എന്താണോ ആ ഒരു രീതിയിലാണ് ആ വ്യക്തി അവിടെ നിന്നിട്ടുള്ളത്. നെവിൻ്റെ എക്സ്പ്രഷൻസ്, നെവിന് ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യം ഒരിക്കലും അവിടെ അടക്കി പിടിച്ചില്ല. അത് എക്സ്പ്രസ് ചെയ്തു. സന്തോഷിച്ചു, സങ്കടം വന്നു, കരഞ്ഞു. അങ്ങനെ ഓരോന്നും ഒരു വ്യക്തി ഇങ്ങനെ ആവരുത് അത് സ്വയം തിരിച്ചറിയുമ്പോഴാണ് ആ ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നെവിൻ എന്ന വ്യക്തി നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുള്ളത്. നെവിൻ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റർടൈനർ. ഈ ഒരു സീസണിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റർടൈനർ അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നെവിൻ തന്നെയാണ് ഉറപ്പായിട്ടും. അതെല്ലാവർക്കും അറിയാം നെവിനാണ്. അവനൊരു അവാർഡ് നെവിൻ എന്തായാലും കൊടുക്കണം. കാരണം ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ് നെവിൻ എന്ന വ്യക്തി. നെവിനെക്കുറിച്ച് ഇതൊക്കെ തന്നെയാണ്. കാരണം ഒരു ബെസ്റ്റ് എൻ്റർടൈനർ അത്രേ ഉള്ളൂ നെവിന്.
ഒരു വ്യക്തിക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ പുറകെ നിന്ന് കുത്താൻ നെവിൻ എന്ന വ്യക്തിക്കില്ല. കാരണം പറയാനുള്ളത് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യും, ഫേസ് ടു ഫേസ് തന്നെ. അല്ല പുറകെ നിന്ന് അല്ലെങ്കിൽ മാറി നിന്നവരോട് കുറ്റം പറയുന്ന ഒരാളെ അല്ല നെവിൻ. പറയാനുള്ള പുള്ളിക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യും. അത് മറ്റൊരാളോട് പറഞ്ഞ് വേറെ രീതിയിൽ ഉടച്ചൊടിക്കാനൊന്നും പുള്ളി കേൾക്കുന്നില്ല. പിന്നെ ഷാനവാസിക്കാണെങ്കിലും എനിക്ക് ഷാനവാസിക്ക എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്ന ആങ്ങളെ പെങ്ങളാ സംഭവം വന്നായിരുന്നു ഷാനവാസിക്ക ഒരു ആങ്ങളെ പെങ്ങളെ വന്നതുകൊണ്ട് കുറച്ച് ഇതായി. പക്ഷെ ആളൊക്കെയാണ്, ഗെയിം കളിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു ഫോൾട്ട് ഭയങ്കരമായിട്ട് അവരുടെ കൂടെ ആദില നൂറ് അവരുടെ കൂടെയാണ് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് എന്തോ ഇഷ്ടമായില്ല ഷാനവാസിക്കനെ. പിന്നെ അനീഷ് ബെസ്റ്റ് കോമണറാണ്, നല്ലൊരു ബീബി മെറ്റീരിയലാണ്. കാരണം പക്ഷെ ഒരു വ്യക്തി ഇങ്ങനെ ആ ഒരു വ്യക്തി ഭയങ്കര ഒരു എന്താ പറയുക ഒരു കൈ അകലത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് കയറിയ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാവരും ഒരു ഭയങ്കര ബോണ്ടായി. ഒരു വ്യക്തിയുടെ ഒരു മാറ്റമാണ് ആ ഒരു ബിഗ് ബോസിലൂടെ കാണാൻ പറ്റിയത്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ചേഞ്ച് അത് നമുക്ക് അനീഷിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സ് കല്ലാണ് എന്ന് പറഞ്ഞിട്ട് വന്ന വ്യക്തി ഭയങ്കര ക്യൂട്ടായിട്ട് മനസ്സൊന്ന് ചിരിക്കുന്ന ഒരാളായി മാറി. ഇതുപോലെ നമ്മൾ വിചാരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര മറ്റുള്ള എന്താ പറയുക ഭയങ്കര ആരോടും നമ്മൾ കല്ലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷനും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് മാറാൻ പറ്റുന്നത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില മൊമെൻറ്റ്സ് ആയിരിക്കും, ചിലരുടെ പ്രസൻസ് ആയിരിക്കും. നമുക്ക് മാറാൻ പറ്റും ജീവിതത്തിൽ. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്ന് ചിരിക്കാനൊക്കെ പറ്റും. നമ്മൾ ചിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ചിരിക്കാൻ ചിലപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരിലൂടെ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. ചില ആളുകളുടെ ചില പ്രസൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഷാനവാസിക്കയുടെ ഒരു പ്രസൻസിലൂടെയാണ് അനീഷിൻ്റെ ഒരു വ്യക്തിയുടെ മാറ്റം അവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്കത് പേഴ്സണലായിട്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റും. അനീഷ് എന്ന വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് ഷാനവാസിക്കയാണ്. പിന്നെ പറയുകയാണെങ്കിൽ അനു എനിക്കത് കാരണം ഒരാളെ തകർക്കാതെ മാക്സിമം ഒരു റീ എൻട്രിയിലൂടെ വന്നിട്ട് അനുവിനെ മാക്സിമം തകർക്കാൻ നോക്കി. അത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാവുന്ന കേസാണ്. ഒരു റീ എൻട്രി എന്ന സംഭവം വെച്ചത് വേണ്ടായിരുന്നു എന്ന് പലർക്കും തോന്നിയൊരു കാര്യമാണ്. അങ്ങനൊരു റീ എൻട്രി വേണ്ടായിരുന്നു. കാരണം എന്ത് പറയുക, ഒരു വ്യക്തിനെ മാനസികമായിട്ട് തകർക്കുക എന്നൊരു ഒറ്റ കാര്യത്തോടു കൂടി വന്നൊരു റീ എൻട്രിയാണിത്. അതുകൊണ്ടൊക്കെ അനു എന്നാലും പിടിച്ചു നിന്നു. നമ്മളിൽ പലരും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. അതിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രീതി ഒരു ചേഞ്ച് വന്നാൽ മതി. നമ്മളവിടെ തകർന്നു പോയാൽ നമ്മൾ പിടിച്ചു നിൽക്കുക, ആ ഒരു സംഭവമില്ലേ, അതാണ് ഒരു വ്യക്തിയെ ബെറ്റർ ആക്കുന്നത്. എന്തൊക്കെ വന്നാലും പിടിച്ചു വെക്കാനും മനക്കട്ടി എന്നുള്ള സാധനമുണ്ട്, അത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. പക്ഷെ അത് പിടിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അനു ഈസ് ബെറ്റർ ഗെയിമർ എന്ന് പറയും. എനിക്കെൻ്റെ മനസ്സിൽ തോന്നുന്നത് ഫസ്റ്റ് അനു വരും എന്നാണ്. അനു വന്നിട്ടുണ്ടെങ്കിൽ പലർക്കും അതൊരു അടിയാവും. പലരും പറയുന്നത് PR-ൻ്റെ ബലത്തിലാണ്. പക്ഷെ എന്താണ് PR എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്നെ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് ഞാൻ അത് വോട്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു PR-ൻ്റെ ബലത്തിൽ അവിടെ ഒന്നും നടക്കില്ല. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു വ്യക്തി അവിടെ നിൽക്കുള്ളൂ. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഞാൻ ഒരിക്കലും വോട്ട് ചെയ്യില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ അത് വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് PR-ന് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ആ ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിൽ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബെറ്റർ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് PR ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റുണ്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നും അവിടെ നിൽക്കുകയുള്ളൂ. അതിനൊരു PR-നും ഒന്നുമില്ല. കാരണം നല്ലൊരു ബെറ്റർ ഗെയിമറാണെങ്കിൽ കപ്പ് എന്തായാലും അടിച്ചിരിക്കും. എൻ്റെ മനസ്സിലെപ്പോഴും അനീഷ് ഇവർ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇവർ രണ്ടുപേരിൽ ഒരാൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ഒരു തേർഡ് വരുവാണെങ്കിൽ ഷാനവാസിക്ക, ഫോർത്ത് നെവിൻ, ഫിഫ്ത്ത് അക്ബറിനാണ് എനിക്കിഷ്ടം. പക്ഷെ നൂറ പറ്റില്ല. കാരണം ഒരു വ്യക്തി എങ്ങനെ ആവരുത് എന്നതിന് ഉദാഹരണമാണ് നൂറ. സോ ബെറ്ററായിട്ട് നല്ലൊരു പേഴ്സണാലിറ്റിക്ക് വോട്ട് ചെയ്യുക.
ഇനി 2 ദിവസം ഉള്ളൂ, നാളെ ഒറ്റ ദിവസം ഉള്ളൂ. സോ ബെറ്റർ ആയിട്ടുള്ള ആൾക്ക് വോട്ട് ചെയ്യുക. ഓക്കെ, ബൈ.